ഹലോ ഗൈസ്, അപ്പം വെൽക്കം ബാക്ക്. നമ്മൾ ഡിസ്കസ് ആക്കാൻ പോകുന്നത് ബേസിക്കലി അനലോഗ് റീഡിനെ പറ്റിയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ആക്കിയത് ഡിജിറ്റൽ റീഡും ഡിജിറ്റൽ റൈറ്റും ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അനലോഗ് റീഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ അനലോഗ് റീഡിലൂടെ നമ്മൾ കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് നമ്മുടെ എൻവയൺമെൻറ്റിലുള്ള കുറേ കാര്യങ്ങൾ, അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഒരു ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി, അത് ഡിം ആയിക്കോട്ടെ അല്ലെങ്കിൽ ബ്രൈറ്റർ ആയിക്കോട്ടെ, അതല്ല നമ്മുടെ ചുറ്റിനുള്ള സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ പിച്ചസ്, സൗണ്ടിൻ്റെ പിച്ച് കാര്യങ്ങളും ആയിക്കോട്ടെ, ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, ഇതെല്ലാം ശരിക്കും പറഞ്ഞ ഒരു കണ്ടിന്യൂസ് വേവ് ഫോമിലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മൾ ഇപ്പോൾ സണ്ണൊക്കെ ആണെങ്കിൽ റേഡിയേറ്റ് ചെയ്യുന്ന ചൂട് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ചൂടാണ്, അല്ലേ? ഒരു സ്മൂത്ത് വേവ് ആയിട്ടാണ് നമുക്ക് കൺസിഡർ ആക്കാൻ പറ്റുന്നത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഫിസിക്സിനകത്ത്. അപ്പോൾ നമ്മൾ ലൈക്ക് ഓരോ ഹീറ്റ് റേഡിയേറ്റ് ചെയ്യുന്നതും ഒക്കെ ഒരു പർട്ടിക്കുലർ വേവ് ഫോമിലായിരിക്കും, അല്ലേ? നമ്മൾ സൗണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ വേവ് ഫോമിലായിരിക്കും വരുന്നത്, അല്ലേ? ഞാനിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ എൻ്റെ എയർ പാർട്ടികൾ വൈബ്രേറ്റ് ആയിട്ടാണ് മോളിക്യൂൾസ് സൗണ്ട് ട്രാവൽ ചെയ്ത് മൈക്കിലോട്ട് എത്തിക്കുന്നത്, ഞാൻ മൈക്കിൽ സംസാരിക്കുമ്പോൾ. അപ്പോൾ അത് മേ ബി നമ്മൾ അത് സൈൻ വേവ് ആവാം അല്ലെങ്കിൽ വേറെ ടൈപ്പ് ഓഫ് വേവ് ആവാം, ഇല്ലേ? അതൊരു കണ്ടിന്യൂസ് ഫോം ഓഫ് വേവ് ആണ്. ഞാൻ സംസാരിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കാര്യങ്ങൾ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് ഫോം ആണ്, അല്ലെങ്കിൽ സ്മൂത്ത് ഫോം ഓഫ് വേവ്സ് അല്ലെങ്കിൽ സ്മൂത്ത് ഫോം ഓഫ് എനർജീസ് ആണ് പലയിടത്തും നമുക്ക് കാണാൻ പറ്റുന്നത്. ബേസിക്കലി അതൊരു അനലോഗ് സിഗ്നൽസ് ആണ്. ഞാൻ മൈക്കിൽ കൂടെ സംസാരിക്കുമ്പോൾ ശരിക്കും അവിടെ നടക്കുന്നത് എന്താണ്? ഒരു അനലോഗ് സിഗ്നലാണ് അവിടെ പ്രൊഡ്യൂസ് ആവുന്നത്. അതായത് സൈൻ വേവ്, കോസ് വേവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താണ്? അനലോഗ് വേവ്സ് ആണ്. ഈ അനലോഗ് വേവ്സിനെ അർഡിനോയ്ക്ക് റീഡ് ചെയ്യാനുള്ള കഴിവില്ല. കാരണം എന്താ? അർഡിനോ എന്ന് പറഞ്ഞ ഒരു DC സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, അല്ലേ? ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ ഡിവൈസിന്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇതിന് വോൾട്ടേജ് മാത്രമേ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുള്ളൂ. അതായത് ഇപ്പൊ അർഡിനോക്കത് മാക്സിമം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 5 വോൾട്ടാണ്. മിനിമം എന്ന് പറയുമ്പോൾ മീൻസ് താഴെ പോകുന്നത് 0 വോൾട്ടാണ്. അപ്പോൾ 0 to 5 വോൾട്ട് വരെയുള്ള റേഞ്ചിലുള്ള വോൾട്ടേജസിനെ റീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി മാത്രമേ അർഡിനോയ്ക്കുള്ളൂ. ടു ബി പ്രിസൈസ്, നമുക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ വേവ്സ് ആണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നൽസ് മാത്രമേ ഇതിന് റീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അപ്പം ബേസിക്കലി അത് തന്നെയാണ് നമ്മുടെ പ്രോബ്ലം. നമ്മുടെ മൈക്രോ കൺട്രോളർ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ വരുന്ന ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അർഡിനോ, STM32 അല്ലെങ്കിൽ ESP പോലത്തെ മൈക്രോ കൺട്രോളറിന് സ്മൂത്ത് സിഗ്നൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു വാല്യൂ ഉള്ളൂ, ഡിജിറ്റൽ വാല്യൂസ് മാത്രമേ ഉള്ളൂ. 0s and 1 നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതാണ്. 0 മീൻസ് ലോ വോൾട്ടേജ്, 1 മീൻസ് ഹൈ വോൾട്ടേജ്. അപ്പോൾ 0 and 1 എന്ന് പറയുന്നത് ബൈനറി നമ്പേഴ്സ് ആണ്. ഇലക്ട്രോണിക്സ് ലെവൽ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വോൾട്ടേജ് ലെവലിലാണ്. അപ്പോൾ 0s and 1s റീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ. ലൈക്ക് അവർ കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന എന്ത് ലാംഗ്വേജ് ആണ്? ബൈനറി ലാംഗ്വേജ് ആണ്. അപ്പോൾ 0s and 1s അണ്ടർസ്റ്റാൻഡ് ഉള്ള ഒരു കപ്പാസിറ്റി മാത്രമേ അർഡിനോയ്ക്ക് ഉള്ളൂ, ബിക്കോസ് ഇറ്റ് ഈസ് എ ഡിജിറ്റൽ ഇലക്ട്രോണിക്. പക്ഷേ നമുക്ക് വേണ്ടത് എന്താ? നാച്ചുറൽ സിഗ്നൽസ് ആയ ടെമ്പറേച്ചർ സെൻസർ വാല്യൂസ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ സെൻസർ റീഡ് ചെയ്യുന്ന വാല്യൂസ്, അല്ലെങ്കിൽ പ്രഷർ വാല്യൂസ്, അല്ലെങ്കിൽ ഹീറ്റ് വാല്യൂസ്, എന്തായിക്കോട്ടെ, ഈ വാല്യൂസ് ഒക്കെ നാച്ചുറൽ വേവ് വാല്യൂസ് ആണ്, സ്മൂത്ത് കണ്ടിന്യൂസ് വാല്യൂസ് ആണ്. ഇതുപോലത്തെ ഡിജിറ്റൽ അഥവാ ഡിസ്ക്രീറ്റ് വാല്യൂസ് അല്ല, അല്ലേ? കണ്ടിന്യൂസ് വേവ് ഫോംസ് ആണ്, ഇതുപോലത്തെ വേവ് ഫോംസ് ആണ് വരുന്നത്. അതിനെ നമുക്ക് റീഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനു വേണ്ടിയാണ് ഈ ഒരു 6 പിന്നുകൾ അർഡിനോയ്ക്കകത്ത് കൊടുത്തേക്കുന്നത്, A0 മുതൽ A5 വരെ. അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ ADC പിൻ എന്ന് വിളിക്കും. ADC പിൻ അഥവാ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടിംഗ് പിൻ. അതായത് അനലോഗ് സിഗ്നലിനെ ഇത് ഡിജിറ്റലിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ കൊടുക്കുന്ന എന്ത് വാല്യൂസ് ആണെങ്കിലും, സെൻസർ വാല്യൂസ് ആണെങ്കിലും, അതിനെ അത് സ്പ്ലിറ്റ് ചെയ്ത് ഡിസ്ക്രീറ്റ് വാല്യൂസ് ആയിട്ട് അതിനെ കൊടുക്കും. അതായത് 10 ബിറ്റ് റെസൊല്യൂഷനിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ റെസൊല്യൂഷൻ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു ക്യാമറ വെച്ചിട്ട് ഒരു സൺസെറ്റ് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ക്യാമറയുടെ കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും ഇതിവിടെ റെക്കോർഡ് ആവുന്നത്, അല്ലേ? അതായത് ഒരു അത്യാവശ്യം നല്ല ഹൈ റെസൊല്യൂഷൻ ക്യാമറ ആണെങ്കിൽ നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോ ഇതുപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതേസമയം ക്ലാരിറ്റി കുറവാണെങ്കിലോ, പിക്സൽസ് ഭയങ്കരമായിട്ട് എടുത്ത് കാണും, നമുക്ക് സ്മൂത്ത്നെസ് കാണത്തില്ല ഫോട്ടോയ്ക്ക്. അതൊരു റെസൊല്യൂഷൻ കൂടിയ ക്യാമറസ് ഉപയോഗിക്കുമ്പോൾ നല്ല സ്മൂത്ത് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പം ഈ ഒരു സ്റ്റിൽ നമ്മുടെ ചുറ്റിനുള്ള ഒരു അനലോഗ് സംഭവമാണ് ഇതൊക്കെ, അല്ലേ? ഒരു സ്മൂത്ത് വാല്യൂസ് ആ ചുറ്റിനുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിനെ അത് ക്യാപ്ചർ ചെയ്തിട്ടാണ് അതിനെ ഡിജിറ്റലൈസ് ചെയ്തിട്ട് ഡിജിറ്റൽ ക്യാമറസ് നമുക്ക് അതിൽ കാണിച്ചു തരുന്നത്. ഫിലിം ക്യാമറ അല്ല, ഡിജിറ്റൽ ക്യാമറ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ,
സോ ഒരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്ത് പറയാം. ഇപ്പം നമുക്ക് ഈ സ്കെയിലുണ്ട്. ഈ സ്കെയിലിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 1 മുതൽ 2 വരെയുള്ള മാത്രമല്ല. ഇത് നടുക്കും ഡിവിഷൻസ് ഉണ്ട് അല്ല. അപ്പോൾ എനിക്ക് 1.1, 1.2, 1.3, 1.4 അപ് ടു 1.9 വരെ എനിക്ക് മെഷർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ 1ഉം 2ഉം മാത്രമല്ല, എനിക്ക് നടുക്കുള്ള വാല്യൂസും മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ റെസൊല്യൂഷൻ അല്ലെങ്കിൽ പ്രിസിഷൻ കൂടുതലാണ് ഇല്ലേ. ഈവൻ എനിക്കിപ്പോൾ 1ഉം 2ഉം മാത്രമല്ല, ഞാൻ സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട്. ഇപ്പം ഞാൻ ഇത് വെറുതെ ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു ലൈൻ വരച്ചു, അപ്പോൾ നോക്കും 1 വന്ന് നിൽക്കുക, ഏകദേശം ഈ ഒരു ഭാഗത്ത് നിൽക്കുക എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഈ ഒരു ഡിവിഷൻ ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു, 1 എന്നങ്ങ് പറഞ്ഞാൽ 1 ഓൾമോസ്റ്റ് 1 സെന്റിമീറ്ററിന്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞാൽ. അത് സമയം എനിക്ക് ഇവിടെ ഒരു പോയിന്റുകൾ ഉള്ളതുകൊണ്ട് എനിക്ക് പ്രിസൈസ് ആയിട്ട് പറയാൻ പറ്റും എന്ത് 1.1 സെന്റിമീറ്റർ ആണ് അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞ് എനിക്ക് പറയാൻ പറ്റുമായിരുന്നു ഇല്ലേ. കുറച്ചുകൂടെ റെസൊല്യൂഷൻ ഉണ്ട് അതിനോട്ട്. അപ്പം ഇത് തന്നെയാണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കിട്ടിയ വാല്യൂ, നമുക്ക് എന്ത് വാല്യൂ സെൻസസ് റീഡ് ചെയ്താലും ഇതിനെ 2 ബിറ്റ് റെസൊല്യൂഷൻ ആയിട്ട് നമ്മളത് കൺവേർട്ട് ചെയ്തിട്ട് തന്നെ വാല്യൂസിനെ റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 10 ബിറ്റ് റെസൊല്യൂഷനിലോട്ട് ഈ 5 വോൾട്ടിലുള്ള ഈ ഔട്ട്പുട്ട് വരുന്ന ആർഡിനോയുടെ വാല്യൂസ് അതിനെ കൺവേർട്ട് ചെയ്യും. അത് കൺവേർട്ട് ചെയ്യുന്നതിന് നമുക്ക് എങ്ങനെ ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസൊല്യൂഷൻ, അപ്പോൾ എ ഡി സിക്ക് അത് എന്താന്ന് പറഞ്ഞാൽ റെസൊല്യൂഷൻ മീൻസ് ഹൗ ഫൈൻലി ദ എ ഡി സി ക്യാൻ ഡിവൈഡ് ദ ഇൻപുട്ട് വോൾട്ടേജ് റേഞ്ച്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സ്കെയിലിൻ്റെ കാര്യം പറഞ്ഞ പോലെ അല്ലെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ 23 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാം, അല്ലെങ്കിൽ 23.45 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാം. ആ 0.5 അല്ലെങ്കിൽ ആ ഒരു ഡിവിഷൻസ് ആണ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ് നമുക്ക് പോകുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ആ ഒരു റെസൊല്യൂഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന എങ്ങനെയാ, നമ്പർ ഓഫ് ഡിവിഷനിലാണ് ഇല്ലേ. ഇപ്പോൾ സ്കെയിലിനകത്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന എങ്ങനെയായിരുന്നു, നമ്പർ ഓഫ് ഡിവിഷൻ. ഇനി ഇതിനകത്ത് പിന്നെ ഡിവിഷൻ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ 1.12 എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ റെസൊല്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ ആ റേഞ്ചിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആർഡിനോയ്ക്കകത്ത് ശരിക്കും 10 ബിറ്റ് എ ഡി സി ആണ്. അപ്പോൾ 10 ബിറ്റ് എ ഡി സി എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് 1024 പോസിബിൾ സ്റ്റെപ്സ് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂവിനെ 1024 പോസിബിൾ അതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതായത് 10 ബിറ്റ് എന്ന് പറയുമ്പോൾ 2:10. അപ്പോൾ 2 വരാനുള്ള കാരണം ബൈനറി ഫോമാണ് 0s and 1. അപ്പോൾ അതിൻ്റെ ടോട്ടൽ പോസിബിൾ എന്ന് പറയുമ്പോൾ 2n അല്ലെങ്കിൽ 210 ബിറ്റ് എന്ന് പറയുമ്പോൾ 1023 ഇൻക്ലൂഡിങ് 0, 1, 2, 3, 4 അപ് ടു 1023. അപ്പോൾ ടോട്ടലാണ് 1024 എന്ന് വരുന്നത്. റെഫറൻസ് വോൾട്ടേജ് നമുക്ക് 5 വോൾട്ടാണ്. അതായത് നമുക്കിപ്പോൾ നമ്മുടെ ആർഡിനോയ്ക്കകത്ത് മാക്സിമം വോൾട്ടേജ് കിട്ടുന്നത് ഞാൻ പറഞ്ഞായിരുന്നു 5 വോൾട്ടിലാണ് നമ്മുടെ ആർഡിനോ വർക്ക് ചെയ്യുന്നത്. കാരണം അതിൻ്റെ അകത്തൊരു വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ട്, ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും. അത് 5 വോൾട്ടാണ് നമുക്ക് തരുന്നത് മാക്സിമം. അപ്പോൾ ആ IC വർക്ക് ചെയ്യുന്നതെല്ലാം 5 വോൾട്ടിലാണ്. അപ്പോൾ റെഫറൻസ് വോൾട്ടേജ് എപ്പോഴും 5 വോൾട്ട് ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കിട്ടുന്ന അനലോഗ് വാല്യൂസ് എന്ത് ചെയ്യും, ഈ 5 വോൾട്ട് റേഞ്ചിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് കാണണം. ഓക്കെ. അപ്പം ഇത് റീഡ് ചെയ്യുന്ന റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ 2^10 അല്ലെങ്കിൽ 1023 റേഞ്ച് വരെ ഇതിനെ നമുക്ക് റെസൊല്യൂട്ട് ചെയ്ത് ഡിസ്ക്രീറ്റ് ആക്കിയിട്ട് നമുക്ക് റീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ആർഡിനോയ്ക്കകത്ത് ഉള്ളത്. ഇപ്പോൾ 8 ബിറ്റ് ആണെങ്കിൽ 2^8 എന്ന് പറയും ഇല്ലേ, മനസ്സിലായല്ലോ. അപ്പം അതുപോലെ ഇപ്പോൾ 2^10 അപ്പോൾ ഈ 10 ബിറ്റിൻ്റെ എണ്ണം കൂടുമ്പോൾ നമുക്ക് അത്രയും പ്രിസൈസ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ പ്രിസൈസ് ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നത് 2^10 അല്ലെങ്കിൽ 1024 റേഞ്ചിലാണ്. റെഫറൻസ് വോൾട്ടേജ് ഇപ്പോൾ 5 വോൾട്ട് എന്ന് വിചാരിച്ചു. അപ്പോൾ സ്റ്റെപ്പ് സൈസ് എന്ന് പറയുമ്പോൾ വി റെഫറൻസ് ബൈ 2n, അതായത് 5/1024 4.8 മില്ലി വോൾട്ട്. അതായത് ഒരു സ്റ്റെപ്പ്, അതായത് 0-ന് 1 പോകണമെങ്കിൽ, അത് മനസ്സിലായോ? അതായത് നമുക്കിപ്പം ഈ ഒരു സംഭവം നമുക്ക് ഇപ്പം ഇത് നമുക്ക് 0, 1, 2 അപ് ടു 1023 ആണ് നമുക്ക് റീഡ് ചെയ്യുന്ന വാല്യൂ. അത് ഇൻക്ലൂഡിങ് 0 ആണ് 1024 എന്ന് പറഞ്ഞു തന്നാൽ. അപ്പം 0 to 1 വാല്യൂ ചേഞ്ച് ആവണമെങ്കിൽ ഏകദേശം 4.88 മില്ലി വോൾട്ട് സപ്ലൈ കൊടുത്താൽ മാത്രമേ ഈ 0 to 1 ചേഞ്ച് ആയി നമുക്ക് ഇവിടെ ഫീൽ ആവത്തുള്ളൂ. അപ്പോൾ വോൾട്ടേജ് അത്രയും മാറിയാലേ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകത്തുള്ളൂ. അതായത് ഇപ്പോൾ എൻ്റെ ടെമ്പറേച്ചർ വാല്യൂ 1 ഡിഗ്രി ആണെന്ന് വിചാരിച്ചു, അത് 2 ഡിഗ്രിയിലോട്ട് റീഡ് ചെയ്യണമെങ്കിൽ, അതായത് 2 ഡിഗ്രി ആയെന്ന് വിചാരിച്ചു, 1 to 2 ഡിഗ്രി അത് കൺവേർട്ടായി. അപ്പോൾ 2 ഡിഗ്രി റീഡ് ചെയ്യണമെങ്കിൽ 4.88 മില്ലി വോൾട്ട് അപ്ലൈ ചെയ്താലേ അത്രയും വോൾട്ടേജ് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് അത് കൺവേർട്ട് ആവത്തുള്ളൂ. അതായത് അതിൻ്റെ പ്രിസിഷൻ അടുത്ത വാല്യൂ റീഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മിനിമം 4.88 മില്ലി വോൾട്ട് കൊടുക്കുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പിലോട്ട് ഇത് കൺവേർട്ട് ആവുന്നത്. അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ADCയുടെ പ്രശ്നം എന്ന് വെച്ചാൽ
ഈ 4.88 മില്ലി വോൾട്ടിന്റെ താഴെ എന്തെങ്കിലും ചേഞ്ചസ് അക്കർ ആവുകയാണെങ്കിൽ അത് മുന്നോട്ട് വാല്യൂസ് റീഡ് ചെയ്യത്തില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ് മനസ്സിലായി വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇഫ് യു ഇൻക്രീസ് വോൾട്ടേജ് ബൈ 1 മില്ലി വോൾട്ട് Arduino won't notice, it only jumps in the steps of 4.8 മില്ലി വോൾട്ട്. അതായത് 4.88 മില്ലി വോൾട്ടിന് താഴെ നിങ്ങൾ എന്ത് വാല്യൂ കൊടുത്താലും അത് ആ പർട്ടിക്കുലർ ഇപ്പോൾ 0 സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചോ, 0 1 പോകണം, അല്ലെങ്കിൽ 1 ഡിഗ്രി ടു 2 ഡിഗ്രി പോകണമെന്ന് വിചാരിച്ചോ, അത് പോവില്ല അൺലെസ് അണ്ടിൽ 4.88 മില്ലി വോൾട്ടിന്റെ ഒരു ചേഞ്ച് അവിടെ ഫീൽ ചെയ്യണം Arduino റീഡ് ചെയ്യുമ്പോൾ. ഈ ഒരു സെൻസർ വഴി അത് റീഡ് ചെയ്യുമ്പോൾ 4.88 മില്ലി വോൾട്ടിന്റെ ഒരു ഡിഫറൻസ്, അതായത് ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് വാല്യൂ 4.8 ആണെന്ന് വിചാരിച്ചോ, അപ്പോൾ സെക്കൻഡ് വാല്യൂ അപ്പോൾ എന്തായിരിക്കും +4.88 +4.88. ഓക്കെ, അതായത് +4.88. അപ്പോൾ ഇത് ഫസ്റ്റ് വാല്യൂ. അപ്പോൾ സെക്കൻഡ് വാല്യൂ എനിക്ക് കിട്ടണമെങ്കിൽ, അതായത് ഇപ്പോൾ ഞാൻ ടെമ്പറേച്ചർ കൂടി വിചാരിച്ചു, അപ്പോൾ ഞാൻ ഒരു 1 ഡിഗ്രി ടു 2 ഡിഗ്രി ഞാൻ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തു. ഈ 2 ഡിഗ്രി ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അർഡിനോയ്ക്ക് അകത്ത് 4.8 മില്ലി വോൾട്ട് അഡീഷണൽ ആയിട്ട് പിന്നെയും വരണം, എന്നാലേ അടുത്ത വാല്യൂലോട്ട് ഇത് കൺവേർട്ട് ആയി പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഏകദേശം ഇതിൻ്റെ അകത്ത് എന്താ വരുന്നത് നോക്കാം. അപ്പോൾ 9 വരും. സോ അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. 1 മില്ലി വോൾട്ട് കൊടുത്തിട്ട് കാര്യമില്ല, 4.88 മില്ലി വോൾട്ട് കൊടുത്താൽ മാത്രമേ അത് മുന്നോട്ട് പോകത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മളിവിടെ യൂസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ സെൻസർ എന്ന് പറഞ്ഞാൽ ടിങ്കർക്കാരന് TMP36 എന്നാണ് പേര്. അതൊരു അനലോഗ് ടെമ്പറേച്ചർ സെൻസറാണ്. ഓക്കെ, അതൊരു അനലോഗ് ടെമ്പറേച്ചർ സെൻസറാണ് നമ്മൾ ടിങ്കർക്കാരിൽ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്, ഓക്കെ, അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ടെമ്പറേച്ചർ അനുസരിച്ചാണ് മാറുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ആ സെൻസറിനകത്തൊരു +V അവിടെ 2.7 വോൾട്ട് ടു 5.5 വോൾട്ട് വരെ കാണാം അല്ലേ. നടുക്ക് ഒരു അനലോഗ് ഔട്ട്പുട്ടും കാണാം. അപ്പോൾ ബേസിക്കലി അവൾ നടക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ടെമ്പറേച്ചർ സെൻസർ നമ്മൾ 3.3 വോൾട്ട് അല്ലെങ്കിൽ 5.5 വോൾട്ട് വെച്ച് നമ്മൾ അതിനെ പവർ ചെയ്യുന്ന സമയത്ത് അത് ആക്റ്റീവ് ആവും. ഓക്കെ, അതിനുശേഷം ഒരു ടെമ്പറേച്ചർ അത് സെൻസ് ചെയ്ത് ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവുമ്പോൾ ആ അനലോഗ് ഔട്ട്പുട്ട് കൂടെ നമുക്കൊരു വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 0 ഡിഗ്രി സെൽഷ്യസ് അത് ഡിറ്റക്റ്റ് ചെയ്യുന്നെങ്കിൽ ഒരു 0.5 വോൾട്ട് അതിലേക്കൂടെ ഔട്ട്പുട്ടായിട്ട് കിട്ടും. അത് Arduino റീഡ് ചെയ്യും. 25 ഡിഗ്രി ആണെങ്കിൽ 0.75 ലെഫ്റ്റിൽ കാണിച്ചിരിക്കുന്ന പോലെ ആ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് അതിലേക്കൂടെ ജനറേറ്റ് ചെയ്ത് നമുക്ക് കിട്ടും. അതായിരിക്കും നേരെ Arduinoയുടെ അനലോഗ് പിന്നിലോട്ട് പോകുന്നത്. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ടെമ്പറേച്ചർ അനുസരിച്ചായിരിക്കും നമുക്ക് മാറുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വായിക്കുമ്പോൾ ഇപ്പോൾ എല്ലാ സെൻസേഴ്സിനും എല്ലാ കോമ്പണൻസിനും ഒരു ഡോക്യുമെൻറ്റേഷൻ കാണും. അതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുമ്പോൾ സ്പെസിഫിക്കേഷൻസ് ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് പറഞ്ഞാൽ അതിൻ്റെ Voutൻ്റെ ഫോർമുലയാണിത്. അതായത് നമുക്ക് ആ ടെമ്പറേച്ചറിലോട്ട് കൺവേർട്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയാണ് നമുക്ക് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നത്. അപ്പോൾ Vout = 0.5 വോൾട്ട് + 10 മില്ലി വോൾട്ട് ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു ടെമ്പറേച്ചർ. അതായത് 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ Arduinoയ്ക്കകത്ത് 0.5 വോൾട്ട് ആയിരിക്കും അവിടെ വരേണ്ടത്. ഓക്കെ, ഇപ്പോൾ അതിപ്പോൾ ഓൾമോസ്റ്റ് 4.8 കൂടുതലാണ്, 0.48 കൂടുതലല്ലേ. 0.48 വോൾട്ട് നമുക്ക് മിനിമം വേണ്ടത്. നമുക്കിവിടെ 5 വോൾട്ട് ഉണ്ട്, 0.5 വോൾട്ട് ഉണ്ട്. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ Arduino റീഡ് ചെയ്യുന്നത് എന്തായിരിക്കും 0.5 വോൾട്ട് എന്ന് പറഞ്ഞിട്ടാണ്. മനസ്സിലായോ? 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ Arduino റീഡ് ചെയ്യുന്നത് 0.75 വോൾട്ട് ആയിട്ടാണ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ Arduino റീഡ് ചെയ്യുന്നത് 1.5 ആയിട്ടാണ്. അപ്പോൾ ബേസിക്കലി 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ 0.5, 25 എന്ന് പറയുമ്പോൾ 0.75, 100 എന്ന് പറയുമ്പോൾ 1.5, മാക്സിമം ടെമ്പറേച്ചർ ഇത് റീഡ് ചെയ്യുന്നത് 125. അപ്പോൾ 1.75 വോൾട്ട് എന്ന് പറഞ്ഞായിരിക്കും ഇത് ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ Arduino സെൻസർ അതിന് റീഡ് ചെയ്തിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് ആ ഫോർമുല വെച്ച് നമുക്ക് സെൽഷ്യസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ചില കേസസിൽ ചില സെൻസേഴ്സ് 1.75 പകരം മേ ബി 5 വോൾട്ട് വരെ നമുക്ക് മാക്സിമം റേഞ്ച് Arduino റീഡ് ചെയ്യാൻ പറ്റുന്ന 5 വോൾട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ 5 വോൾട്ട് ഡിവൈസാണ്. അപ്പോൾ 5 വോൾട്ട് വരെ അത് റീഡ് ചെയ്യാൻ പറ്റത്തത് വോൾട്ടേജ്. അപ്പോൾ ചില കേസസിലൊക്കെ അത് 5 വോൾട്ടിലൊക്കെ പോകാറുണ്ട് ചില സെൻസേഴ്സൊക്കെ. അപ്പോൾ ഈ ഒരു കേസിൽ മാക്സിമം 1.75 വോൾട്ട് വരെ അത് പോകുന്നുള്ളൂ. അപ്പോൾ 1.75 വോൾട്ട് എന്ന് പറയുമ്പോൾ 125 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും.
അതായിരിക്കും ടെമ്പറേച്ചർ സെൻസറിന് മാക്സിമം വാല്യൂ അർഡിനോ വഴി റീഡ് ചെയ്യാൻ പറ്റുന്നതും സെൻസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് 1.75 ആയിരിക്കും. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിരിക്കും 125 ഡിഗ്രി സെൽഷ്യസ് അത് റീഡ് ചെയ്ത് നമുക്ക് അർഡിനോയിൽ കാണുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ അൺലോക്ക് പിൻ ഉണ്ടല്ലോ, A0 എന്ന് പറഞ്ഞപ്പോൾ അൺലോക്ക് പിൻ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ അർഡിനോയ്ക്ക് 10 ബിറ്റ് ADC ആണല്ലോ ഞാൻ പറഞ്ഞത് റെസൊല്യൂഷൻ. അപ്പോൾ അതിൻ്റെ വാല്യൂ റേഞ്ച് ചെയ്യുന്നത് 0 to 1023. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ ടെമ്പറേച്ചർ ഔട്ട്പുട്ട് കാണിക്കുന്നത് 0.75 വോൾട്ട് എന്ന് വിചാരിച്ചു. അതായത് ഇപ്പോൾ ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞല്ലോ, ടെമ്പറേച്ചർ സെൻസറിൻ്റെ വോൾട്ടേജ് ടെമ്പറേച്ചർ അനുസരിച്ചാണ് മാറുന്നത്. ഓക്കെ, അപ്പോൾ ആ സെൻസർ ഒരു റീഡിങ്, ഇപ്പോൾ ആ സെൻസർ ഉണ്ടെന്ന് വിചാരിച്ചു, ഇതൊരു സെൻസറാണ്. ഓക്കെ, ഈ സെൻസർ ഒരു ഹീറ്റ് റീഡ് ചെയ്തു. ഓക്കെ, ഇതാണ്, ഇത് ഞാൻ അർഡിനോയിലോട്ട് കൊടുത്തേക്കുക. ഓക്കെ, ഇത് അർഡിനോ കൊടുത്തേക്ക് വന്നു വെച്ചു. ഇതൊരു സെൻസറാണ്, ഇത് അർഡിനോ. ഓക്കെ, അപ്പോൾ ഇത് റീഡ് ചെയ്യുന്ന സമയത്ത് ഒരു ടെമ്പറേച്ചർ റീഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ റീഡ് ചെയ്യുമ്പോൾ എന്താ മാറ്റം വരുന്നത്? ഒരു വോൾട്ടേജ് മാറ്റം വരും. ഓക്കെ, ആ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്താണ്? സപ്പോസ് 0.75 വോൾട്ട് എന്ന് വിചാരിച്ചു. അപ്പോൾ 0.75 വോൾട്ട് ആണ് ഇപ്പോൾ ഡിഗ്രി സെൽഷ്യസ് റീഡ് ചെയ്യുന്നത്. അത് ഓൾമോസ്റ്റ് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് 25 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ മാറുമ്പോൾ സെൻസർ അതിനെ റീഡ് ചെയ്ത് കൊടുക്കുന്നത് 0.75 വോൾട്ട് ആയിട്ടാണ് അർഡിനോ കൊടുക്കുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന അനലോഗ് വാല്യൂ ഈ റേഞ്ചിൽ എന്തായിരിക്കും? 0.75/5. 5 എന്ന് പറഞ്ഞ റെഫറൻസ് വോൾട്ടേജ് ആണ്, 5 വോൾട്ട് മാക്സിമം. അപ്പോൾ 5 വോൾട്ട് സ്കെയിലിൽ നമ്മൾ 1023 കൺവേർട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു 0 to 5 വോൾട്ടിനെ നമുക്ക് 0 to 1023 വാല്യൂലോട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഒരു പ്രിസിഷൻ വെച്ചിട്ട്, അപ്പോൾ 0.75 എന്ന് പറഞ്ഞാൽ 25 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ. അപ്പോൾ 0.75 വോൾട്ട് റീഡ് ചെയ്യുമ്പോൾ 5 വോൾട്ട് സ്കെയിലിൽ 1023യുടെ റേഞ്ചിലോട്ട് എത്തിക്കണം. അപ്പോൾ അത്ര ഓൾമോസ്റ്റ് 153 ആയിരിക്കും അതിൻ്റെ വാല്യൂ 0 to 1023 അത് വരുന്നത്. അപ്പോൾ ADC പിൻ അത് റീഡ് ചെയ്യുന്നത് 153 ആയിട്ടായിരിക്കും. ഓക്കെ, ADC പിൻ അത് റീഡ് ചെയ്യുന്നത് 153 ആയിട്ടായിരിക്കും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് കൺസെപ്റ്റ്. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡൗട്ട് കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഓക്കെ, സോ ഇപ്പോൾ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് ഫോർമുല വരുന്നത് അനലോഗ് വാല്യൂ. നമുക്ക് ഈ കിട്ടുന്ന ഈ അനലോഗ് വാല്യൂ എന്താണോ അതേ ഗുണം, അതായത് മൾട്ടിപ്ലൈഡ് ബൈ 5/1023. ഓക്കെ, അപ്പോൾ തിരിച്ച് നമുക്ക് കൺവേർഷൻ കിട്ടാൻ വേണ്ടിയാണ്. നമുക്ക് തിരിച്ച് വോൾട്ടേജ് വാല്യൂ കിട്ടണമെങ്കിൽ ഈ സംഭവം ചെയ്ത് കൊടുത്താൽ. ഓക്കെ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇതിനെ ADC വോൾട്ടേജിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അനലോഗ് വാല്യൂലോട്ട് കിട്ടാൻ വേണ്ടിയായിരുന്നു. ഇനി അനലോഗ് വാല്യൂ തിരിച്ച് വോൾട്ടേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് സൈസ് 4.88 മില്ലി വോൾട്ട് ആണ്. അപ്പോൾ ഓരോ കൂടുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അനലോഗ് വാല്യൂ 153 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ വോൾട്ടേജ് എന്തായിരിക്കും? 153 × 0.0048 വോൾട്ട്, അതായത് ഓൾമോസ്റ്റ് 0.75 വോൾട്ട്. അപ്പോൾ തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയും നമുക്കിനിയും കൺവേർഷൻ ഫോർമുല ഉണ്ട്. അതായത് ഇപ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ ഇപ്പോൾ വോൾട്ടേജ് എന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ കിട്ടുന്ന അനലോഗ് വാല്യൂവിനെ തിരിച്ച് നമ്മൾ വോൾട്ടേജിലോട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നു. ഓക്കെ, നമുക്കിവിടെ അനലോഗ് വാല്യൂസ് കിട്ടും, അത് അതിനെ നമ്മൾ വോൾട്ടേജിലോട്ട് കൺവേർട്ട് ചെയ്താണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ ആ ഒരു വോൾട്ടേജ് വാല്യൂ എനിക്ക് ടെമ്പറേച്ചറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഓഫ്സെറ്റ് ആയിട്ട്, അതായത് 500 മില്ലി വോൾട്ട് ഓഫ്സെറ്റ് ആണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. സോ ബേസിക്കലി ഓഫ്സെറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ സിമ്പിൾ അർത്ഥമാണ്. ഇപ്പം ഈ ടെമ്പറേച്ചർ സെൻസറിനകത്ത് 0 ഡിഗ്രി സെൽഷ്യസിനകത്ത് ഔട്ട്പുട്ട് വരുന്നത് 0.5 വോൾട്ടാണ്, നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അപ്പോൾ അവിടെ ദിസ് ഈസ് ദ ഓഫ്സെറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ 0.5 വോൾട്ടാണ് അതിൻ്റെ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ. അതിനുശേഷം അത് ഓരോ ടെമ്പറേച്ചർ ഇപ്പോൾ 0 to 1 ഡിഗ്രി സെൽഷ്യസ് കൂടുന്തോറും, ഇപ്പോൾ 1, 2, 3 അങ്ങനെ കൂടുന്തോറും 10 മില്ലി വോൾട്ട് ആയിരിക്കും ഡിഫറൻസ് വരുന്നത് ഓരോ ഡിഗ്രി സെൽഷ്യസ് വേരിയേഷൻസിൽ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ വി ഔട്ട് അനലോഗ് ഔട്ട്പുട്ട് 5.5 എന്ന് കാണിക്കും. 25 എത്തുമ്പോൾ 0.75 ആവും. 100 ആകുമ്പോൾ 1.5 ആവും. ഓക്കെ, അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ ഓഫ്സെറ്റിൻ്റെ യൂസേജ് എന്താണെന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഒരിക്കലും 0 വോൾട്ട് താഴോട്ട് പോകത്തില്ല. മനസ്സിലായോ? അപ്പോൾ അർഡിനോ ADCയും കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾസോ ആ സെൻസറിന് നെഗറ്റീവ് ടെമ്പറേച്ചറും റെപ്രസെൻറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഓഫ്സെറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ബേസ് വോൾട്ടേജ് ഔട്ട്പുട്ടാണ്. അതായത് ഇൻപുട്ട് ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോൾ ആ സമയത്തുള്ള വോൾട്ടേജാണ് 500 മില്ലി വോൾട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനെ
ഒരു റെഫറൻസ് ആയിട്ട് എടുത്തിട്ടായിരിക്കും നമ്മൾ അടുത്ത ടെമ്പറേച്ചറിൻ്റെ വാല്യൂ നമ്മൾ സെൽഷ്യസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ -0.5 ആയിരിക്കും റിമൂവ് ചെയ്യുന്നത് 500 മില്ലി വോൾട്ട് ഓഫ് സെറ്റിന്. അതെന്താണെന്ന് നമുക്ക് ഞാൻ പറഞ്ഞുതരാം പതുക്കെ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ 0.75 വോൾട്ടേജ് ആണ് നമുക്ക് കിട്ടുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ 0.75 നിന്ന് എനിക്ക് ഡിഫറൻസ് വരുന്നത് 0.5 ആണ്. അതായത് എനിക്ക് ആ ഒരു 0.5 ഡിഫറൻസ് ഞാൻ കോമ്പൻസേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഇൻറ്റു 100 ചെയ്യുമ്പോൾ എനിക്ക് ആ കറക്റ്റ് വാല്യൂസ് കിട്ടും. അപ്പോൾ 500 മില്ലി വോൾട്ടിൻ്റെ ഓഫ് സെറ്റ് വാല്യൂ ഉണ്ട്. കാരണം വിത്ത് റെസ്പെക്ട് റെഫറൻസിൽ നിന്ന് കുറച്ച് മാറിയാണ് വരുന്നത് ഉത്തരം. അപ്പോൾ നമ്മൾ അതിനെ 0.75 നിന്ന് നമ്മൾ 0.5 കുറച്ചെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ കിട്ടുന്ന 0.25 ആണ്. അപ്പം ഇതാണ് ശരിക്കും നമുക്ക് കിട്ടേണ്ട വാല്യൂ. ഇതിനെ ഞാൻ സ്കെയിൽ ചെയ്തിട്ട് 100 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 25 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനൽ ശരിക്കും വേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ. അതിനെ ഇത് ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്ത ഒരു ഫോർമുലയാണിത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ആ ഓരോ ടെമ്പറേച്ചർ സെൻസറിന് ഡോക്യുമെന്റേഷൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ ആ ഒരു ഡാറ്റ ഷീറ്റ് എടുത്ത് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ 500 മില്ലി വോൾട്ട് ആയിരുന്നു എൻ്റെ ഓഫ്സെറ്റ് വാല്യൂ. അപ്പോൾ -0.5 ചെയ്യണം. കാരണം 500 മില്ലി വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻറ്റു 10⁻³ വോൾട്ടാണ്. അപ്പോൾ -0.5, അപ്പോൾ 0.5 ആയിരിക്കും വോൾട്ട് വരുന്നത്. അതിൽ നിന്ന് അപ്പോൾ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്താണോ അതിൽ നിന്ന് 0.5 കുറച്ചാൽ നമുക്ക് ആക്ച്വൽ വാല്യൂലോട്ട് എത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 25 ഡിഗ്രി സെൽഷ്യസിന് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ എക്സാമ്പിളിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. അപ്പം ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ 3 വേരിയബിളാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ഒന്ന് അനലോഗ് വാല്യൂസ്, അതെന്തിനാണ്, സ്റ്റോർ ചെയ്യാൻ വേണ്ടി റോ വാല്യൂസ് ADC വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വോൾട്ടേജ് നമുക്ക് അത് ഫ്ലോട്ട് ആയിട്ടാണ്. കാരണം ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഡെസിമൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫ്ലോട്ട് വാല്യൂസ്. അതെന്തിനാ, കൺവേർട്ട് ചെയ്ത ലൈക്ക് ആ കൺവേർട്ടഡ് വോൾട്ടേജിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലോട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എഗെയിൻ ആ വോൾട്ടേജ് നമ്മൾ ടെമ്പറേച്ചറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി സെൽഷ്യസ് എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ആവണം സീരിയൽ മോണിറ്റർ വഴി. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, 9600ന്റെ ബോർഡ് റേറ്റ് സെറ്റ് ചെയ്ത് വെച്ചു, ബിറ്റ്സ് പെർ സെക്കൻഡ്, അതായത് സ്പീഡ്. ഓക്കെ, അപ്പോൾ ആ ബോർഡ് റേറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ടായി, serial.begin എന്ന് പറഞ്ഞിട്ട്. ഇനിയും അനലോഗ് വാല്യൂ ഈക്വൽ ടു അനലോഗ് റീഡ്. അപ്പോൾ നമുക്ക് അനലോഗ് വാല്യൂസ് റീഡ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് റീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സെറ്റപ്പ് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പറഞ്ഞാൽ പിൻ മോഡ് എന്ന് പറഞ്ഞ് അല്ലേ, പിൻ മോഡ് എന്ന് പറഞ്ഞ് നമ്മൾ ആ പിൻ നമ്പറും കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യുമായിരുന്നു. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് അനലോഗ് റീഡ് A0 എന്ന് പറഞ്ഞു കൊടുത്താൽ, അല്ലെങ്കിൽ ഏത് പിന്നാണ് ഉപയോഗിക്കുന്നത് ആ പിന്നിന്റെ നെയിം ഇവിടെ ഡിഫൈൻ ചെയ്യാം. A01, A0, A01, A02 ഏതെന്ന് വെച്ചാൽ. അപ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂ നമ്മൾ എങ്ങോട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന അനലോഗ് വാല്യൂ എന്ന വേരിയബിളിലോട്ട്. അപ്പോൾ അനലോഗ് വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആ കിട്ടിയ വാല്യൂ എന്താണോ അതിനെ എനിക്ക് വോൾട്ടേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്നാലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് വാല്യൂ എത്തത്തുള്ളൂ. അപ്പോൾ ലൈക്ക് ആ ഡോക്യുമെന്റേഷൻ പ്രകാരം. ഓക്കെ, അപ്പോൾ ഞാൻ കിട്ടുന്ന വാല്യൂ എന്ത് ചെയ്തു, ഞാൻ അഗെയിൻ വോൾട്ടേജിലോട്ട് അതിനെ ഞാൻ എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു ഫോമുല നിങ്ങളെ കാണിച്ചായിരുന്നു. ഇതായിരുന്നു ഫോമുല. കിട്ടിയ വാല്യൂ എന്താണോ അതിനെ എനിക്ക് വോൾട്ടേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. കാരണം എന്നാൽ എനിക്ക് കറക്റ്റ് ടെമ്പറേച്ചറിലോട്ട് അത് സ്കെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കിട്ടിയ അനലോഗ് വാല്യൂ എന്താണോ അതിനെ ഞാൻ ഇൻറ്റു 5/1023 ആ 5 വോൾട്ട് റെഫറൻസിൽ 1023 ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ആ വോൾട്ടേജ് കിട്ടി. അപ്പോൾ ആ ഡോക്യുമെന്റേഷൻ പ്രകാരം 0.5 ആയിരുന്നു ഓഫ്സെറ്റ് വാല്യൂ. അപ്പോൾ അതിനെ ഇതിലോട്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ടെമ്പറേച്ചർ കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു ടെമ്പറേച്ചറും കൂടെ ആ പർട്ടിക്കുലർ വാല്യൂനെ ഇൻറ്റു 100 ചെയ്താലും നമുക്ക് 100ന്റെ സ്കെയിലിൽ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മളത് പ്രിന്റ് ചെയ്ത് 1000 മില്ലി സെക്കൻഡ് നമുക്ക് ഡിലേ കൊടുത്തു. ഞാൻ എക്സാമ്പിൾ കാണിക്കും. ഞാനിപ്പം ഇവിടെ സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ 25 ഡിഗ്രി കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താ കാണിക്കുന്നത്, ഓൾമോസ്റ്റ് 25 ഡിഗ്രി എന്നാണ് ശരിക്കും പറഞ്ഞാൽ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ LN കൊടുക്കുവാണെങ്കിൽ എനിക്ക് ലൈക്ക് താഴോട്ട് പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് 24.78 ആണ്. കുറച്ച് നമുക്ക് റെസൊല്യൂഷൻ കുറച്ച് വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓൾമോസ്റ്റ് കറക്റ്റാണ്. ഇതിന്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 125 ഡിഗ്രിയാണ് നമുക്കിവിടെ കിട്ടുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇനി പ്രിന്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വോൾട്ടേജും കൂടെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സീരിയൽ ഡോട്ട് പ്രിന്റ് എൽഎൻ എന്നിട്ട് വോൾട്ടേജ്. ഏകദേശം വോൾട്ടേജ് എത്ര ആ സമയത്ത് റീഡ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സംഭവം കണ്ടോ, 25°C 0.7 ആണ്. ഞാൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ആക്കിയായിരുന്നു. അപ്പോൾ 125 എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂസ് മാറി വരും. ഓക്കെ, സോ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഞാൻ 125°C എത്തുമ്പോഴത്തേക്ക് 1.75 എത്തി. അപ്പം ഈ ഒരു ഫോമുല കറക്റ്റായിട്ട് റീഡ് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ നമ്മൾ എക്സാമ്പിൾ കാണിച്ചായിരുന്നു. 0°C 0.5 ആണ്, 25°C 0.75 ആണ്, 100°C 1.5 ആണ്. അപ്പോൾ 125 എന്തായിരിക്കും, 1.75 ആയിരിക്കും. കറക്റ്റായിട്ട് റീഡിങ് കാണിക്കുന്നുണ്ട്. ചില ടെമ്പറേച്ചർ സെൻസറിൻ്റെ കേസസിൽ നമുക്ക് 5 വോൾട്ട് ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ റീഡിങ് നമുക്ക് വർക്ക് ചെയ്യുന്നത്. നമുക്കിത് വേണമെങ്കിൽ ഫയർലൈറ്റിലോട്ടൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് വേറെ കുറേ വഴികളൊക്കെ ഉണ്ട്. നമുക്ക് ഇതേ സംഭവം നമുക്ക് മാപ്പ് ഫംഗ്ഷൻ വെച്ചിട്ടും കുറേ കാര്യമൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ച് പ്രിസിഷനൊക്കെ കുറച്ച് കുറവായിരിക്കും ചില കേസസിലൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിന് ബേസിക്കലി 3 ഇതാണ് ടെർമിനലുള്ളത്. ഒന്ന് പവർ ടെർമിനൽ, വി ഔട്ട്, ഗ്രൗണ്ട്. ഈ വി ഔട്ട് വഴിയായിരിക്കും നമ്മുടെ റെഫറൻസ് വോൾട്ടേജ് പോകുന്നത്. ഓക്കെ, അത് വെച്ചിട്ടായിരിക്കും ഇത് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇതിൽ കൂടെ പോയിട്ടായിരിക്കും ഇത് റീഡ് ചെയ്തിട്ട് എന്താ പറയുന്നത്, നമുക്ക് വാല്യൂസ് കൃത്യമായിട്ട് ഇത് റീഡ് ചെയ്ത് നമുക്ക് തരുന്നത്. സോ ഇങ്ങനെയാണ് നമുക്ക് അനലോഗ് റീഡ് വർക്ക് ചെയ്യുന്നത്. ഓരോ സെൻസർ വരുമ്പോൾ കുറച്ച് ഫോർമുലകൾ വ്യത്യാസം വരും, കൺവേർഷൻ മെത്തേഡുകൾ വ്യത്യാസം വരുന്നുള്ളൂ. പക്ഷേ പ്രിൻസിപ്പിൾ എപ്പോഴും സെയിം ആയിരിക്കും. അതിൻ്റെ ഡോക്യുമെന്റേഷൻ വായിച്ചോ നോക്കിയാൽ നമുക്ക് നമുക്ക് പിടികിട്ടും. സോ താങ്ക് യു വെരി മച്ച്. നമുക്ക് ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ അനലോഗ് റൈറ്റിനെ പറ്റി നമുക്ക് പഠിക്കാം, PWM കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ, താങ്ക് യു.